അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറ്റവും ആദരണീയരായ വേദിയിലെ MGMന്റെ സാരഥികളെ, ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാരെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിച്ചു ജീവിക്കണമേ എന്ന് ഈ അവസരത്തിൽ എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സർവശക്തനായ റബ്ബ് നമുക്കെല്ലാവർക്കും നൽകിയ ഏറ്റവും വലിയ ഭാഗ്യം നമ്മളൊക്കെ മുസ്ലിങ്ങളാണ് എന്നുള്ളതാണ്. ആ പരമമായ ഭാഗ്യത്തെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ പാലിച്ച് ജീവിച്ചുകൊണ്ട് നിർബന്ധമായും മരണം നാളെ കൺമുൻപിലേക്ക് കടന്നു വരുമ്പോൾ മനസ്സ് പതറിപ്പോകാതെ, നാവടറിപ്പോകാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചു മരിച്ചു പോകാനുള്ള ഭാഗ്യം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. സ്നേഹപൂർവം സഹോദരിമാരോട് എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് എനിക്കിന്ന് നിങ്ങളോട് സംവദിക്കാനുള്ളത്. മാഷാ അല്ലാഹ്, ആലപ്പുഴയിൽ ഇത്രത്തോളം ആദർശ സഹോദരിമാരെ നേരിട്ട് കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും ഈ കൂടിയിരിക്കലിൻ്റെ ഉന്നതമായ പ്രതിഫലം നാളെ പരലോകത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. മുസ്ലിം വനിതകളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ ഒരു പെൺപക്ഷ വായനക്ക് വളരെയധികം പ്രസക്തിയുള്ള ഒരു വർത്തമാനകാല സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം 6-ാം നൂറ്റാണ്ടിൻ്റെ പ്രാകൃത സംസ്കാരത്തിൽ ജീവിക്കുന്നവരാണ് മുസ്ലിം വനിതകൾ എന്നും, ചാക്കിൽ പൊതിഞ്ഞു കെട്ടി നടക്കുന്ന മതത്തിന്റെ അടിമകളാണ് മുസ്ലിം വനിതകൾ എന്നുമൊക്കെയുള്ള ആക്ഷേപങ്ങൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇസ്ലാമിന് മുമ്പ് അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് ജാഹിലിയ കാലഘട്ടത്തെ പോലും നാണിപ്പിക്കുന്ന വിധത്തില് ഇന്ന് സമൂഹത്തില് സ്ത്രീ പീഡനങ്ങളും ചൂഷണങ്ങളുടെയും വാർത്തകൾ നമ്മൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ മുസ്ലിം സ്ത്രീക്ക് ലഭിക്കപ്പെടുന്ന സുരക്ഷിതത്വവും ഇസ്ലാം പെണ്ണിന് നൽകുന്ന ആദരവുമെല്ലാം ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ലാതെ ഇന്ന് ഏവർക്കും ബോധ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരുമുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ആമുഖമായിട്ട് എൻ്റെ സഹോദരിമാരോട് എനിക്ക് പറയുവാനുള്ളത്, ഇസ്ലാമിന്റെ അകത്തളങ്ങളില് വിശ്വാസിനിയായിക്കൊണ്ട് ജീവിക്കുവാനും അങ്ങനെ ആ ജീവിതത്തിലൂടെ ഐഹിക ലോകത്ത് പരിരക്ഷയും നാളെ പരലോകത്ത് വിജയവും കരസ്ഥമാക്കുവാൻ അള്ളാഹു നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹീതമായ കാര്യമാണ് എന്ന് ആദ്യമായി നമുക്കുള്ളില് ഒരു ആത്മാഭിമാന ബോധം ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഞാനൊരു മുസ്ലിം വനിതയാണ് എന്നതിൽ നമ്മൾ ഓരോരുത്തരും ആത്മാഭിമാന ബോധം അനുഭവിക്കേണ്ടതുണ്ട്. ഇസ്ലാം സ്ത്രീയെ ഏത് രൂപത്തിലാണ് കാണുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. പെൺമയെ ആദരിക്കുകയും സ്ത്രീ പ്രകൃതിയെ സംരക്ഷിക്കുകയും ചെയ്യുന്ന നിയമനിർദ്ദേശങ്ങളാണ് ഇസ്ലാമിന്റെ അകത്തളങ്ങളിലുള്ളത്. കാരണം സ്ത്രീ എന്ന് പറയുന്നത് ആത്യന്തികമായി അവളൊരു മാതാവാണെന്ന് പറയുമ്പോൾ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഏറ്റവും നല്ല സംസ്കാരം പിറവിയെടുക്കുന്നത് പലപ്പോഴും മാതാവിന്റെ മടിത്തട്ടിൽ നിന്നാണ്. പെൺമക്കളെ ഏറ്റവും നല്ല രൂപത്തിൽ വളർത്തുമ്പോൾ, സംസ്കാര സമ്പന്നരായി വളർത്തുമ്പോൾ അതിലൂടെ സമൂഹത്തിന് സംസ്കാരം പകർന്നു നൽകുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പെണ്ണിനെ സംസ്കാരത്തിലൂടെ വളർത്തിയെടുക്കുന്നത് പ്രതിഫലാർഹമായ പുണ്യപ്രവൃത്തിയായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. 2 അതിൽ കൂടുതലോ പെൺമക്കളെ സൽസമ്പന്നരായി വളർത്തിയെടുത്താൽ അത് മാത്രം മതിയാകും സ്വർഗപ്രവേശനത്തിന് എന്ന്
വിശ്വാസിയായ ഒരു മനുഷ്യന്റെ സ്വർഗപ്രവേശനത്തിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പെൺപിറവിയെ സന്തോഷ വാർത്ത എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ജാഹിലിയ കാലഘട്ടത്തില് പെൺപിറവിയെ അവര് ദുശ്ശകുനമായിട്ട് കണ്ടിരുന്നു. പെണ്ണ് ജനിക്കുക എന്നുള്ളത് അപമാനമായിട്ട് അവർ കണ്ടിരുന്നു. വിശുദ്ധ ഖുർആൻ അവരോട് പറയുന്നു, വഇദാ ബുശിറ അഹദുഹും ബിൽ ഉൻസാ വല്ല വജ്ഹഹു മുസ്വദ്ദൻ വഹുവ കളീം. ഒരു പെൺകുട്ടിയുടെ ജനനത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ അവരുടെ മുഖം ഇരുണ്ടു പോവുകയും ദുഃഖഭാരത്താൽ അവർ തല താഴ്ത്തിപ്പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ, മനുഷ്യ സമൂഹമേ നിങ്ങൾ അറിയണം, പെൺപിറവി എന്നത് ഏറ്റവും സന്തോഷിക്കേണ്ട കാര്യമാണ്. ഈ ഭൂമിയില് മനുഷ്യ വംശത്തിന്റെ സൽസംസ്കാരത്തിന് പിറവി കൊടുക്കാൻ സാധിക്കുന്നത് സൽസമ്പന്നയായ ഒരു പെണ്ണിന്റെ മടിത്തട്ടിലൂടെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് സ്ത്രീത്വത്തിന്റെ ഈ മഹനീയമായ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മളിലെ മാതൃത്വം തന്നെയാണ്. ഏറ്റവും നല്ല ഒരു മാതാവാവുക എന്നുള്ളതാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും ചെയ്യുവാനുള്ള ഏറ്റവും വലിയ ദൗത്യം. സമൂഹത്തിലേക്ക് സംസ്കാരത്തെ പകർന്നു നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു മാതാവാകാൻ നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും പുതിയ കാലത്ത് നമുക്കറിയാം, പുതിയ കാലത്ത് വളരെയധികം മോശകരമായ സാഹചര്യങ്ങളാണ് ഇന്ന് പുതിയ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. നമുക്കതിനെക്കുറിച്ച് വിവരിക്കുവാൻ പോലും മനപ്രയാസമുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ പെൺമക്കളൊക്കെ വിവാഹ ജീവിതത്തോട് പോലും വിമുഖത കാണിക്കുന്ന ഈ ഒരു പുതിയ കാലഘട്ടത്തില് ഇസ്ലാമിന്റെ നന്മകൾ അവർക്ക് പകർന്നു നൽകുക എന്നുള്ളത് മാതാക്കളായ നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ച് നിർബന്ധമായ കർത്തവ്യമാണ്. പുതിയ സമൂഹത്തിലുള്ള ഒരു തെറ്റായ ധാരണയുണ്ട്. പെൺകുട്ടി കല്യാണം കഴിഞ്ഞു പോകുമ്പോ അവളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു. അവള് ഒരു പുരുഷന്റെ അടിമയായിട്ട് ജീവിക്കേണ്ടി വരുന്നു. പുരുഷനെ അവള് അനുസരിക്കേണ്ടി വരുന്നു. പുരുഷന്റെ കീഴിൽ അവൾ ജീവിക്കേണ്ടി വരുന്നു എന്നിത്യാദി തെറ്റായ ധാരണകള് സ്വാതന്ത്ര്യവും സന്തോഷവും നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഭാര്യയാകാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പ്രണയവും അതിൻ്റെതായിട്ടുള്ള എല്ലാവിധ വേണ്ടാത്തരങ്ങളും സമൂഹത്തിൽ നിറഞ്ഞാടുകയും ചെയ്യുന്നുണ്ട്. ഇസ്ലാമിക സംസ്കാരത്തിൽ നിന്നും നമ്മുടെ പൊന്നുമക്കള് ഒരുപാട് ദൂരം പിറകോട്ട് പോകുന്നുണ്ട്, അതിൽ നിന്നും വ്യതിചലിച്ചു പോകുന്നുണ്ട് എന്നുള്ളത് വേദനാജനകമായ വസ്തുതയാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും വളരെ കൃത്യമായിട്ട് നമ്മുടെ മക്കൾക്ക് പകർന്നു നൽകേണ്ട ചില സന്ദേശങ്ങളുണ്ട്. ഇസ്ലാമിലെ പെണ്ണെന്ന് പറയുന്നത് അവള് വീട്ടിലെ രാജ്ഞിയാണ്. ഒരിക്കലും അവൾ പുരുഷന്റെ അടിമയല്ല. ഒരിക്കലും അവള് സന്തോഷവും സ്വാതന്ത്ര്യവും അടിയറവ് വെക്കേണ്ടവളല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീയെ സംബന്ധിച്ച് പറഞ്ഞത് അൽ മർഅതു റായിയത്തുൻ ഫീ ബൈതി സൗജിഹാ. സ്ത്രീ എന്ന് പറയുന്നത് തന്റെ ഭർത്താവിന്റെ വീട്ടിലെ കൈകാര്യകർത്താവാണ്. അവൾ അവിടുത്തെ രാജ്ഞിയാണ്. അവൾക്ക് അവിടെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നില്ല. അവൾ ആരുടെയും കീഴിൽ ജീവിക്കേണ്ടി വരുന്നില്ല. അവൾ അവിടുത്തെ രാജ്ഞിയായി ജീവിക്കേണ്ടവളാണ്. അതിന് നമ്മളിൽ ഓരോരുത്തരിലും നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടത് നല്ല ഒരു ഇണയായിരിക്കുക എന്നുള്ളതാണ്. നമ്മളും നമ്മുടെ ഇണയും തമ്മിലുള്ള ജീവിതത്തിലൂടെയാണ് മക്കൾ ഓരോരുത്തരും ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും ജീവിതത്തെ കണ്ടുപഠിക്കുന്നത്. ഉമ്മയും ബാപ്പയും ഏത് രൂപത്തിലാണോ അതിനെ കണ്ടുകൊണ്ടാണ് അവർ ജീവിതത്തെ പഠിക്കുന്നത്. ഇവിടെ എൻ്റെ സഹോദരിമാര്, ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടത് എത്രത്തോളം കുടുംബ ജീവിതത്തില് നല്ല ഒരു ഭാര്യയുടെ മാതൃക നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധ്യമായിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അവിടെയാണ് നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ സംബന്ധിച്ചുള്ള നമ്മുടെ സ്വപ്നം അതെന്തായിരിക്കണം? അവര് ഭാവിയില് വളരെ നല്ല ഒരു പഠന നിലവാരത്തിലൂടെ വളരെ നല്ല ജോലി നേടി ദുനിയാവില് ഏറ്റവും സുരക്ഷിതമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കണം എന്നതിലുപരിയായിക്കൊണ്ട് പരലോകത്ത് എനിക്ക് താങ്ങും തണലുമാകുന്ന, പരലോകത്ത് അള്ളാഹുവിന്റെ മുൻപില് എനിക്ക് അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു മകനായിട്ട്, ഒരു മകളായിട്ട് എൻ്റെ മക്കള് വളരണമെന്ന ഒരു തീരുമാനം എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുണ്ടായിരിക്കണം.
വിശുദ്ധ ഖുർആനില് ഒരു മാതാവിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ആ മാതാവ് ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുമ്പോ അള്ളാഹുവിന്റെ മുൻപിൽ ചെയ്ത ഒരു പ്രതിജ്ഞയുണ്ട്. റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററ. എന്താണ് അവര് ദുആ ചെയ്തത്? അള്ളാഹുവേ, എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ നിന്റെ പേരിൽ ഞാൻ നേർച്ചയാക്കുകയാണ്. ആരാണ് അത്തരം ഒരു നേർച്ചയാക്കിയ മഹൽ വ്യക്തിത്വം എന്നറിയുമോ? മറിയം ബീവിയുടെ മാതാവാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ എനിക്കൊരു സന്താനം വേണമെന്ന് ആഗ്രഹിച്ച മറിയം ബീവിയുടെ മാതാവ്, നമുക്കറിയാം എപ്രകാരമായിരുന്നു അവരതിനു വേണ്ടി ആഗ്രഹിച്ചത് എന്നും. ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനത്തിന് വേണ്ടി എൻ്റെ കുഞ്ഞിനെ ഞാൻ നേർച്ചയാക്കിയിരുന്നു എന്നും പറയുമ്പോൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ എനിക്കൊരു കുഞ്ഞുണ്ടാകണമെന്ന് ആഗ്രഹിച്ച ആ മാതാവിനെ പോലെയാകണം നമ്മള്. അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് എൻ്റെ കൈപ്പിടിക്കാൻ എനിക്കൊരു മകനും ഒരു മകളും ഉണ്ടാകണം, അല്ലെങ്കിൽ എനിക്ക് മക്കളുണ്ടാകണം എന്നുള്ളത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലെ ആഗ്രഹമായിരിക്കണം. എങ്കിൽ മാത്രമേ സൽമക്കൾക്ക് സൽവഴി കാട്ടിക്കൊടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാവുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ചരിത്രത്താളുകളില് ഇതുപോലെയുള്ള മാതാക്കളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് അസ്മാ റളിയല്ലാഹു അൻഹ ഹജ്ജാജ് ഇബ്നു യൂസുഫുമായിട്ടുള്ള യുദ്ധത്തിന്റെ രംഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നടന്ന ആ ഒരു യുദ്ധവേളയില് സ്വന്തം മാതാവിന്റെ അടുക്കലേക്ക് കാഴ്ചയില്ലാത്ത വാർദ്ധക്യത്തിന്റെ അങ്ങേറ്റത്തെ അവശത അനുഭവിക്കുന്ന മാതാവിന്റെ മുൻപിലേക്ക് ആ മകൻ കടന്നു വരുന്നുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് പറഞ്ഞയച്ച മകൻ ഉമ്മയുടെ മുന്നിലേക്ക് വന്നുകൊണ്ട് പറയുന്നത്, ഉമ്മ, അവര് ഞാൻ യുദ്ധത്തിൽ ഷഹീദായ ശേഷം അവരെന്റെ മൃതദേഹത്തെ ചിന്ന ഭിന്നമാക്കിക്കൊണ്ട് എന്നോട് അവര് ക്രൂരത കാണിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയുമ്പോ, കാഴ്ചയില്ലാത്ത ആ മാതാവ് മകന്റെ ശരീരത്തിൽ ഇങ്ങനെ തലോടുമ്പോ പടച്ചട്ടയണിഞ്ഞ മകനോട് ആ ഉമ്മ പറയുന്ന ഒരു വർത്തമാനമുണ്ട്. മകനെ, ചത്തുപോയ ആട്ടിൻകുട്ടിയുടെ തോലുരിച്ചു കളഞ്ഞാൽ അതിന് വേദനിക്കുമോ മകനെ? അതോർത്ത് നീ വിഷണ്ണനാകേണ്ടതില്ല. സ്വർഗത്തിന്റെ സുഗന്ധം നിന്നിലൂടെ ഞാൻ അനുഭവിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നീ രണാങ്കണത്തിലേക്ക് കടന്നു പോവുക എന്ന് പറഞ്ഞയച്ച ആ ഉമ്മയുടെ സ്വപ്നം എന്താണെന്നറിയുമോ? നാളെ സ്വർഗത്തില് എനിക്കൊരു മകൻ വേണമെന്നുള്ളതാണ്. മുസൈലിമത്തുൽ കസാബിന്റെ ക്രൂരമായ പീഡനങ്ങൾക്കിരയായി അവിടെ വെച്ച് ഷഹീദായ ബാലനായ ഹബീബ് ബിൻ സയ്യിദ് എന്ന ആ പൊന്നുമോന്റെ ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ, അവര് തുണ്ടമായി പിച്ചിച്ചിന്തിയ മുസൈലിമത്തുൽ കസാബിന്റെ കിങ്കരന്മാര് പിച്ചിച്ചിന്തിയ കുഞ്ഞിനെ ഒരു നൂലിൽ കോർത്തെടുത്തുകൊണ്ട് ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹയ്ക്ക് മുൻപിൽ പ്രദർശിപ്പിച്ചപ്പോഴും അവരും പറഞ്ഞത് അത് തന്നെയാണ്. എൻ്റെ പൊന്നുമോനെ ഞാൻ വളർത്തിയത് സ്വർഗത്തിന് വേണ്ടിയാണ്, അവൻ എനിക്കത് സാക്ഷാത്കരിച്ചു തന്നിരിക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അത്രത്തോളം ഒന്നും സാധ്യമല്ല എങ്കിലും സ്വർഗത്തിന് വേണ്ടി മക്കളെ വളർത്താൻ സാധിക്കുന്ന ഉമ്മമാരാകുവാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. നമസ്കരിക്കാതെ നടക്കുന്ന മക്കളോട് ഒന്ന് നമസ്കരിക്കണമെന്ന് പോലും പറയാൻ കഴിയാത്ത ഉമ്മമാരായി മാറിയിട്ടുണ്ടോ നമ്മള്? അങ്ങോട്ടൊന്ന് പറയുമ്പോ 4 തിരിച്ചു പറയുന്ന മക്കളാണ് എന്ന പേടിയോട് കൂടിയിട്ട് മക്കളോട് പെരുമാറുന്നവരായി മാറിയിട്ടുണ്ടോ നമ്മള്? ഓരോ മക്കളോടും പറയണം നമ്മള്. ഈ അടുത്ത് ഒരു വലിയ ബിസിനസ്മാന്റെ ഒരു വീഡിയോ കണ്ടു ഞാൻ. അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ കഥ പറയുമ്പോ ആ മനുഷ്യൻ പറയുന്നുണ്ട്, 40ഉം 45ഉം വയസ്സായ ശേഷവും മക്കളും പേരക്കുട്ടികളും എനിക്കുണ്ടായ ശേഷവും എൻ്റെ ഉമ്മ ഇടയ്ക്കിടെ എന്നോട് പറയും, മോനെ നിസ്കരിക്കണം കേട്ടോ, 5 വക്ത് നിസ്കരിക്കണം. കാരണം ഈ ജീവിതം മാത്രമല്ല ജീവിതം, നാളെ പരലോകത്ത് മറ്റൊരു ജീവിതമുണ്ട്. അള്ളാഹുവിന്റെ മുൻപിലേക്ക് കടന്നു പോകേണ്ടതുണ്ട്. മഹ്ശറയിൽ റബ്ബിന്റെ മുൻപിൽ വിചാരണക്ക് നമ്മൾ ഒറ്റക്ക് നിൽക്കേണ്ടതുണ്ട് കുഞ്ഞെ. അതുകൊണ്ട് എൻ്റെ കുട്ടി നേരാനേരം നമസ്കരിക്കണേ മോനെ എന്ന് എത്ര വയസ്സായിട്ടും എൻ്റെ ഉമ്മ എന്നോട് പറയാറുണ്ടായിരുന്നു. ആ ഉമ്മയുടെ പ്രാർത്ഥനയാണ് എൻ്റെ വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുമ്പോൾ ആ മനുഷ്യന്റെ 2 കണ്ണുകളും അപ്പോഴും നിറഞ്ഞൊഴുകുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഉമ്മയെ കുറിച്ച് ഓർക്കുമ്പോ സാധ്യമാകുന്നുണ്ടോ നമുക്ക്? ഉമ്മയുടെ മടിത്തട്ടിൽ നിന്നും വിശ്വാസത്തിന്റെ തനിമ നുകർന്ന മക്കള് ഒരിക്കലും പ്രിയ
പ്രിയപ്പെട്ടവരെ, കൂടുതൽ സമയത്തും അവർക്ക് വ്യതിചലിച്ചു പോകാൻ സാധ്യമല്ല. ഉമ്മയുടെ സ്നേഹത്തിന്റെ തണല് തൊട്ടറിഞ്ഞ മക്കൾക്ക്, ഉമ്മയുടെ നെഞ്ചോരം ലഭിക്കപ്പെടുന്ന സുരക്ഷിതത്വത്തിന്റെ സ്നേഹത്തിന്റെ അനുഭൂതി അനുഭവിച്ചറിഞ്ഞ മക്കള് അവര് ഭാവിയിൽ ഏറ്റവും നല്ല മനുഷ്യരായിരിക്കും. അവർ കാരുണ്യമുള്ള ഹൃദയത്തിന്റെ ഉടമകളായിരിക്കും. പക്ഷെ നമ്മളൊക്കെ എന്താണെന്നറിയോ, കുറ്റപ്പെടുത്തുന്നവരാണ്, വേദനിപ്പിക്കുന്നവരാണ്, ആക്ഷേപിക്കുന്നവരാണ്. അതാണ് നമുക്കുള്ള ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്വർഗത്തെ മോഹിപ്പിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ തൃപ്തിയെ ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള ഒരു സന്ദേശം പകർന്നു നൽകലാണ് എനിക്കും നിങ്ങൾക്കും ചെയ്യുവാനുള്ള ഏറ്റവും വലിയ ദൗത്യം എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞുവല്ലോ, മക്കളുടെ മുൻപില് നമുക്ക് കാണിച്ചു കൊടുക്കുവാനുള്ള ഏറ്റവും വലിയ മാതൃക നമ്മൾ ഏറ്റവും നല്ല ഒരു ഇണയാണ് എന്നുള്ളതാണ്. സ്വന്തം ഭർത്താവിനോട് നമ്മുടെ പെരുമാറ്റം, ഭർത്താവിന് ഭാര്യയോടുള്ള പെരുമാറ്റം, അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങും തണലുമാകുന്നതിനെ അവർ കണ്ടുപഠിക്കേണ്ടതുണ്ട്. ഭൂമിയിൽ ഒന്നുമില്ല എങ്കിലും ഒരുപക്ഷെ സ്നേഹിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ വിഷമങ്ങളും മറന്ന് ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ അത് അറിയുന്നില്ല. അവർ വിചാരിക്കുന്നത് കുറച്ച് പഠിച്ച് ഒരു ജോലിയും നേടി അല്പം പണവും കയ്യിലുണ്ടായാൽ സുഖമായി ജീവിക്കാമെന്നാണ്. അത് വെറുതെ തോന്നുന്നതാണ്. നമുക്ക് ജീവിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ സന്തോഷകരമായ സമാധാനപൂർണമായ ഒരു ജീവിതം സാധ്യമാകണമെങ്കിൽ സ്നേഹസമ്പൂർണമായ ഒരു കുടുംബം നമ്മളോടൊപ്പം വേണമെന്ന് മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തേ മതിയാകും. സ്നേഹിക്കാൻ ആരുമില്ലാതായി പോയ മനുഷ്യരെ വയനാടിന്റെ മണ്ണിൽ നമ്മൾ കാണുന്നുണ്ട്. എല്ലാവരും നഷ്ടപ്പെട്ടു പോയ മനുഷ്യരെ നമ്മൾ കണ്ണുകൊണ്ട് നേരിട്ട് കാണുന്നുണ്ട്. 10ാം ക്ലാസ്സിലോ 12ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരാൺകുട്ടി ഈ ദുരന്തത്തിന് ശേഷം അവന്റെ അനുഭവം പറയുന്നുണ്ട്. രാത്രിയില് ഉരുൾപൊട്ടലിന്റെ സമയത്ത് വീടിന്റെ ചുമരിലെ വിള്ളല് വീണ് അവൻ ഉറങ്ങുന്ന സ്ഥലത്തു നിന്നും തെറിച്ചു വീണത് ഒരു ഉയർന്ന പ്രതലത്തിലേക്കായിരുന്നു. അവന്റെ കൂടെ തെറിച്ചു വീണത് വയസ്സായ അവന്റെ ഉമ്മമ്മയായിരുന്നു. അല്ലാത്തവരെല്ലാം വെള്ളത്തിനൊഴുകിപ്പോയി എന്ന് തിരിച്ചറിയുന്ന ആ നിമിഷത്തില് ചെളിയിൽ പൂണ്ടുപോയ ഉമ്മമ്മയെ ഒന്ന് വലിച്ചു പുറത്തെടുക്കാൻ ശ്രമിച്ചിട്ട് സാധ്യമാകാതെ വരുമ്പോ ഉമ്മമ്മക്കെങ്കിലും ജീവനുണ്ടോ എന്നറിയാൻ ഞാൻ ഇടക്കിടക്ക് ഉമ്മ ഉമ്മ എന്ന് ഉമ്മന്റെ അരികിലിരുന്ന് വിളിച്ചു നോക്കി എന്ന് ആ പിഞ്ചു ബാലൻ പറയുന്നുണ്ട്. 3ാമത്തെ ഉരുൾപൊട്ടലും സംഭവിച്ച് ആ വീട്ടിലൂടെ സാധ്യമായ മലവെള്ളപ്പാച്ചിൽ സംഭവിച്ചു കഴിഞ്ഞപ്പോ ആ പൊന്നുമോൻ ഉമ്മമ്മാന്റെ അടുത്തിരുന്നിട്ട് ചോദിക്കുകയാണത്രേ, ഉമ്മമ്മ എല്ലാവരും മരിച്ചു നട്ടോ തോന്നണേ, നമ്മൾ 2 പേരും മാത്രം ബാക്കിയാകും, നിങ്ങൾ എന്നെ നല്ലോണം സ്നേഹിച്ചു നോക്കുമോ എന്ന് ആ പിഞ്ചുപാലൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ആരുമില്ലാതായി പോകുന്ന ഭയാനകമായ അവസ്ഥ അവന്റെ മനസ്സിന് താങ്ങാനാവാത്തത് കൊണ്ടാ. നമുക്കറിയാം ആ ഉമ്മമ്മയും മരിച്ചുപോയി. പക്ഷെ അത്ഭുതകരമായി അവന്റെ ഒരു കുഞ്ഞനിയത്തിയെ മാത്രം തിരിച്ചു കിട്ടി. ഇന്ന് ആ 2 മക്കളും മാത്രം ആ വീട്ടിൽ ബാക്കിയാകുമ്പോ ഒരു മനുഷ്യന്റെ ജീവിതം മരുഭൂമി പോലെ വരണ്ടു പോകുന്നത് ആരോരും സ്നേഹിക്കാനില്ലാതായി പോകുമ്പോഴാ. നിനക്ക് ഞാനുണ്ടെന്ന് പറയാൻ, നിങ്ങൾക്ക് ഞാനുണ്ടെന്ന് പറയാൻ ഇണകള് പരസ്പരമുണ്ടായിരിക്കണേ മക്കളെ. ആരൊക്കെ നമ്മളെ വിട്ടുപോയാലും, മക്കളൊക്കെ വിദൂരങ്ങളിലേക്ക് പഠനത്തിനും ജോലിക്കും പോയാലും താങ്ങായും തണലായും ഭാര്യയും ഭർത്താവും ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണല്ലോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിനെ ഒരു ദൃഷ്ടാന്തമായി പഠിപ്പിച്ചത്. മവദ്ദത്തും റഹ്മത്തും, കാരുണ്യവും പ്രണയവും പെയ്തിറങ്ങുന്ന ആ ജീവിതം അതിമനോഹരമാണ് മക്കളെ. ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ എന്നാണ് അല്ലാഹു ഇണകളെ സംബന്ധിച്ച് പറഞ്ഞത്. ഭൂമിയിൽ സ്വൈര്യപൂർണമായ സമാധാനപൂർണമായ ഒരു ജീവിതം സാധ്യമാകണമെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ടത് നമ്മുടെ ഇണകളോടുള്ള ഏറ്റവും നല്ല ഇഴയടുപ്പമാണ്. പുറത്തു കൊടുക്കുവാനും ക്ഷമിക്കുവാനുമുള്ള ഒരു മനസ്സാണ്, സാരമില്ലെന്ന് പറയാനുള്ള ഒരു മനസ്സാണ്. കുറ്റപ്പെടുത്തലുകള് ഒരിക്കലും നമ്മുടെ ജീവിതത്തെ സന്തോഷപ്രദമാക്കുകയില്ല. നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. നമുക്കതിന് സാധ്യമല്ല. കുടുംബ ജീവിതത്തില് പലപ്പോഴും പ്രശ്നങ്ങളും കോലാഹലങ്ങളും ഉണ്ടാകുന്നതിന്റെ കാരണം നമുക്ക് ക്ഷമിക്കാൻ കഴിയാത്തതാണ്. ചെറിയ വിഷയങ്ങളാ വീട്ടിൽ വലിയ വലിയ പ്രശ്നങ്ങളായി മാറുന്നത്. അതിന്റെ പേരിലാ വഴക്കുകൾ ഉണ്ടാകുന്നത്.
ആ വഴക്കുകൾ നിരന്തരം കണ്ടിട്ടാണ് മക്കള് പറയുന്നത് എനിക്ക് വിവാഹം വേണ്ടയെന്ന്. വിവാഹപൂർവ്വ കോഴ്സിൽ മക്കൾക്ക് ഇസ്ലാമിലെ വിവാഹം എന്ന ക്ലാസ് എടുക്കാൻ പോയപ്പോൾ 23ഓളം കുട്ടികളുള്ള സദസ്സിൽ ഞാൻ ആ മക്കളോട് ചോദിച്ചു. 1.5 ദിവസം മനഃശാസ്ത്ര വിദഗ്ധരുടെ ക്ലാസ് കേട്ടിരിക്കുന്ന ആ മക്കളുടെ മുന്നിലേക്ക് ഞാൻ ചെന്നിട്ട് എൻ്റെ ഒരു 3/4 മണിക്കൂർ ക്ലാസ്സിന്റെ മുമ്പ് ഞാൻ മക്കളോട് ചോദിച്ചു, മക്കളെ വിവാഹത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം? മക്കൾ പറഞ്ഞത് എന്താണെന്നറിയോ? ഞങ്ങൾക്ക് വിവാഹത്തിന് താല്പര്യമില്ല. കാരണം ചോദിക്കുന്നതിൽ ഒരു പെൺകുട്ടി പറഞ്ഞത്, ഉമ്മയോടൊരു സ്നേഹത്തോടെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഉമ്മ ഇങ്ങനെ അടുക്കളയിൽ കണ്ണുനീര് വറ്റാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആരോരും ശ്രദ്ധിക്കാനില്ലാത്തൊരു പാഴ് ജന്മമായിട്ട് ജീവിക്കുന്ന, എന്നിട്ട് ഉമ്മ ഇടയ്ക്കെന്നോട് പറയും, മോളെ പഠിച്ചു വല്ല ജോലി നേടിക്കോ, എൻ്റെ ഗതി നിനക്ക് വരരുത് എന്ന്. ഇത് ഭർത്താവ് നമ്മളോട് കാണിച്ച അവഗണനയുടെ പേരിലാണ് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ നമുക്കവിടെ ക്ഷമിക്കുവാൻ സാധിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും ആ കുടുംബാന്തരീക്ഷത്തില് ഏറ്റവും മഹത്തരമായ അനുഗ്രഹീതമായ ഒരു ജീവിതത്തെ കെട്ടിപ്പടുക്കുവാൻ നമ്മളെ കൊണ്ട് ഓരോരുത്തരെ കൊണ്ടും സാധിക്കും. നാളെ സ്വർഗീയ കവാടത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ എനിക്കും നിങ്ങൾക്കും മുമ്പില് അള്ളാഹുവിന്റെ ഒരു വാഗ്ദാനമുണ്ട്. അതിനെ സംബന്ധിച്ച് സൂറത്തുർ റഅദിൽ പറയുന്നുണ്ട്, ജന്നാതു അദ്നിൻ യദ്ഖുലൂനഹ, സ്ഥിരവാസത്തിന്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക. ആരൊക്കെയാണ്? വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം, നിങ്ങളുടെ സ്വാലിഹീങ്ങളായ ഇണകളോടും മക്കളോടും മാതാപിതാക്കളോടുമൊപ്പം നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് പറയാണ്. നമ്മളെല്ലാവരും സ്വർഗത്തിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന രംഗം, അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ഇങ്ങനെ 30-40 വർഷം ഉമ്മയും മക്കളുമായി ജീവിക്കുക, 40-60 വർഷം ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുക. എന്നിട്ട് മണ്ണടിഞ്ഞു പോകാനുള്ളതല്ലല്ലോ ഈ ജന്മം. അതിൻ്റെയും അപ്പുറത്ത് അവരെയൊക്കെ തിരിച്ചു കിട്ടുന്ന ഒരു ലോകത്തേക്കല്ലേ ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. ആ സ്വർഗത്തിന്റെ കവാടത്തിലെത്തുമ്പോഴാണ് അള്ളാഹു പറയുന്നത്, ഒറ്റക്ക് പോകണ്ട. ഒറ്റക്ക് പോവാൻ നമുക്കിഷ്ടമില്ലല്ലോ. മക്കളെ, മാതാപിതാക്കളെ, ഇണകളെ തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കാത്തവരാരെങ്കിലും ഇവിടെയുണ്ടോ? ആ സദസ്സില് നമ്മൾ ഒന്നിച്ചിരിക്കുമ്പോ അവിടേക്ക് മലായിക്കത്തുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി വരുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളിലൂടെയും ആ അനുഗ്രഹീത സദസ്സുകളിലേക്ക്, സന്തോഷവും സമാധാനവും നിറഞ്ഞ ആ കുടുംബ സദസ്സുകളിലേക്ക് മലക്കുകൾ ഇങ്ങനെ കയറി വന്നിട്ട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. എന്താ അവരോട് പറയുന്നത് എന്നറിയുമോ? സലാമുൻ അലൈക്കും ബിമാ സ്വബർത്തും, നിങ്ങൾക്കിനി ശാശ്വതമായ സമാധാനമാണ്. ബിമാ സ്വബർത്തും, നിങ്ങൾ ക്ഷമിച്ചത് നിമിത്തം, നിങ്ങൾ ഭൂമിയിൽ ക്ഷമിച്ചത് നിമിത്തം. ക്ഷമ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വീട്ടിൽ കോലാഹലങ്ങൾ ഉണ്ടാകുന്നത്. എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയണം. എൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് നിഷേധിക്കപ്പെടാൻ പാടില്ല. എൻ്റെ ഒരു വാക്കുകൊണ്ട് മറ്റുള്ളവർക്ക് വേദന ഉണ്ടാകാൻ പാടില്ല എന്ന് നമുക്ക് ഓരോരുത്തർക്കും നിർബന്ധം ഉണ്ടായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാനാൽ മറ്റൊരാളും വേദനിക്കാൻ പാടില്ല. നമ്മൾ ഓർത്തു നോക്കൂ, നമ്മളാൽ വേദനിച്ചതിൽ ഏറ്റവും വലിയ പങ്ക്, ഏറ്റവും കൂടുതൽ നമ്മളാൽ വേദനിച്ചത് നമ്മുടെ ഇണയായിരിക്കും. ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ വേദനിച്ചത് നമ്മുടെ ഇണയാലായിരിക്കും. അങ്ങനെ ഉണ്ടാകാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ സ്നേഹത്തോടെ പരലോകത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഇണയാകാൻ സാധിക്കണം. അതിന് ഏറ്റവും അനിവാര്യമായത് എന്താണെന്നറിയോ? നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ സ്വഭാവത്തെ മലിനീകരിക്കുന്ന ഏറ്റവും വലിയ കാര്യം നമ്മുടെ സംസാരമാണ്. നമ്മളൊരു ദുസ്വഭാവിയാണ്, അവൾ ആള് ശരിയല്ല, അവളുടെ കൂടെയുള്ള ജീവിതത്തിൽ എനിക്ക് സമാധാനം കിട്ടിയിട്ടില്ല എന്നൊക്കെ നമ്മുടെ ഭർത്താവ് പറയുന്നുണ്ടെങ്കിൽ അതിന് നമ്മളെന്ന വ്യക്തി നല്ലവരാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ട്. പറഞ്ഞു പോകുന്നതാണ്, ചെയ്തു പോകുന്നതാണ് എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ സംസാരത്തെ നിയന്ത്രിക്കണം. നമ്മുടെ വാക്കുകൾ കൊണ്ടാണ് നമ്മുടെ സ്വഭാവം മോശമാണ് എന്ന് വിലയിരുത്തപ്പെട്ടത്. നല്ല വർത്തമാനം പറയണം, അപ്പോഴേ നമ്മൾ നല്ല സ്വഭാവമുള്ള ആളാവുള്ളൂ. പ്രിയപ്പെട്ടവരെ, അറിയണേ, സൽസ്വഭാവത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും അറിയാൻ സാധിക്കണം. സൽസ്വഭാവം എന്ന് പറയുന്നത് ഈമാനിന്റെ പൂർത്തീകരണത്തിന് നിർബന്ധമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ,
നിങ്ങളുടെ സ്വഭാവം സൽസ്വഭാവമാണ് ഒരു മനുഷ്യന്റെ വിശ്വാസത്തെ പൂർത്തീകരിക്കുന്നത്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അൽ ബിർറു ഹുസ്നുൽ ഖുൽഖ്, പുണ്യം എന്നത് സൽസ്വഭാവമാണ്. നമ്മൾ എത്ര നല്ല മനുഷ്യനാണെന്ന് അവകാശപ്പെട്ടിട്ടും കാര്യമില്ല. അവളൊരു നല്ല പെണ്ണാണ് എന്ന് ആദ്യം നമ്മുടെ ഭർത്താവ് പറയണം. എൻ്റെ ഉമ്മ നല്ലൊരു ഉമ്മയാണ് എന്ന് പൊന്നുമക്കൾ പറയണം. എൻ്റെ മകൾ അവളൊരു നല്ല മകളാണ് എന്ന് ഉമ്മയും ബാപ്പയും പറയണം. ഭർത്താവിൻ്റെ മാതാപിതാക്കൾ പറയണം. ആരാണോ നമ്മളോട് ഏറ്റവും കൂടുതൽ സഹവസിക്കുന്നത് അവർ പറയണം അവളൊരു നല്ല പെണ്ണാണ് എന്ന്. ഒന്ന് വിലയിരുത്തണം സ്വയം നമ്മളെ. എത്ര പേർ പറയും നമ്മളെ സംബന്ധിച്ച്? അതിന് നമ്മളില് നല്ല വർത്തമാനങ്ങൾ ഉണ്ടായിരിക്കണം. അള്ളാഹുവിന്റെ ഖുർആനിൽ നമ്മളെ പഠിക്കുന്ന വഖൂലു ലിന്നാസി ഹുസ്നൻ, ജനങ്ങളോട് നന്നായിട്ട് സംസാരിക്കണം, നല്ല വർത്തമാനങ്ങൾ പറയണം. എങ്കിൽ മാത്രമേ നല്ല സ്വഭാവം നമുക്കുണ്ടാവുകയുള്ളൂ. എങ്കിലേ മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടുകയുള്ളൂ. മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെട്ടെങ്കിലേ നമ്മുടെ സ്വഭാവത്തിന് നന്മയുണ്ട് എന്ന് പറയാൻ സാധ്യമാവുകയുള്ളൂ. എങ്കിലേ നമ്മുടെ ഈമാൻ പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് എന്തെല്ലാം ചെറിയ ചെറിയ കുശുമ്പുകളാണ് നമ്മൾ ഊതി വീർപ്പിച്ചത്. എപ്പോഴൊക്കെയാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി വീട്ടിൽ കോലാഹലങ്ങൾ ഉണ്ടാക്കിയത്? ഒന്ന് മാപ്പ് കൊടുക്കാൻ സാധിക്കണം നമുക്ക്. നമ്മുടെ ഉള്ളു നോവാണ്. ആരൊക്കെയോ അവഗണിച്ചിട്ടുണ്ട്, ആരൊക്കെയോ വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അവരോടൊന്നും ചെയ്തിട്ടില്ല എന്ന രൂപത്തിൽ ഉള്ളു നോവുന്നുണ്ട് എങ്കിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട് നമ്മളോട്, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? മനുഷ്യർക്ക് പുറത്തു കൊടുക്കുക, വേദനിപ്പിച്ചവർക്കൊക്കെ പുറത്തു കൊടുക്കുക, ഏറ്റവും ഇഷ്ടപ്പെട്ട ഇമ്പമുള്ള ഒരു സ്വഭാവത്തിൻ്റെ ഉടമയാകുക. കാരണം അങ്ങനെ നമുക്കാവാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കളെ സൽവഴിയിലേക്ക് നമുക്ക് കൈപ്പിടിച്ച് നടത്താൻ സാധ്യമല്ല. മാത്രമല്ല, ഒരുപാട് നിസ്കരിച്ചും ഒരുപാട് നോമ്പെടുത്തും ഒരുപാട് ദാനധർമ്മം നടത്തിയും ഖുർആൻ പാരായണങ്ങളും ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ ഉരുവിട്ടുകൊണ്ട് പാതിരാരാവുകളിൽ പോലും ഉണർന്നെഴുന്നേറ്റ് നമസ്കരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തെ ധന്യമാക്കി എന്ന് അവകാശപ്പെടുമ്പോഴും ചുറ്റുപാടിലുള്ളവർക്ക്, നമ്മളോട് കൂടെ ജീവിക്കുന്നവർക്ക് നമ്മളെക്കുറിച്ച് നല്ലൊരു അഭിപ്രായമില്ല എങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് പൂർത്തീകരണം സാധ്യമല്ല. പരാജിതരായിക്കൊണ്ട് അള്ളാഹുവിന്റെ മുൻപിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അതിന് നിർബന്ധമായും എല്ലാവരോടുമുള്ള വെറുപ്പിനെ മായ്ച്ചു കളയാൻ കഴിയണം. നല്ല വാക്കുകൾ ഉച്ചരിക്കാൻ കഴിയണം. മനുഷ്യന് തഖ്വയിലേക്കുള്ള കവാടമാണ് നല്ല വർത്തമാനങ്ങള്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഹേ വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. എന്നിട്ട് വഖൂലു ഖൗലൻ സദീദാ, തഖ്വയുള്ളവരാകുവാൻ നിങ്ങൾ നല്ല വർത്തമാനങ്ങൾ പറയുക. എങ്കില് യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അതിന്റെ പേരിൽ മാത്രം തന്നെ നിങ്ങളുടെ ജീവിതം സംസ്കരിക്കപ്പെടും. നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. നിങ്ങൾ ഉന്നതമായ വിജയത്തിലേക്ക് എത്തപ്പെടുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് മാത്രമേ പറയാനുള്ളൂ. മക്കൾ ഇങ്ങനെ പരാതി പറയും. ഞാൻ അവസാനിപ്പിക്കുക. മക്കൾ പരാതി പറയും, ഉമ്മ അവര് നല്ല ഒരു മനുഷ്യനൊക്കെ തന്നെയാ, നിസ്കരിക്കും, നോമ്പെടുക്കും, പക്ഷേ ഉമ്മാന്റെ സംസാരം കേട്ടാലുണ്ടല്ലോ ആർക്കായാലും പുറത്തു പോകും. ചില മക്കൾ പറയുന്നതാ, അവരോടൊന്ന് സംസാരിക്കണമെന്ന് പറയും. അവര് ഏതോ ആൺകുട്ടിയുമായിട്ട് ലോകത്തിലാണ്, നിങ്ങളൊന്ന് സംസാരിക്കുമെന്ന് പറയും. നമ്മൾ അവരോട് അതിൻ്റെ ഭവിഷ്യത്തുകളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ പറയുന്നതാ, ഒരു നല്ല വർത്തമാനം എൻ്റെ ഉമ്മ പറയൂല, കുറ്റപ്പെടുത്തേ ചെയ്യുള്ളൂ. ഉപ്പയെ കുറ്റപ്പെടുത്തും, വീട്ടിലുള്ളവരെല്ലാവരെയും കുറ്റപ്പെടുത്തും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും അധികം ആവർത്തിച്ചു പറയുന്നത്. നല്ല വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് നല്ല സ്വഭാവം അത് തന്നെ മതിയാകും വീടകങ്ങളില് ഇസ്ലാമിന്റെ സന്ദേശം പകർന്നു നൽകാൻ. പ്രിയപ്പെട്ടവരെ, ഇന്നും നാളെയുമായിട്ട് മരണം കടന്നു വരും. എല്ലാവരോടുമുള്ള വെറുപ്പും വിദ്വേഷവും മനസ്സിൽ കുമിഞ്ഞുകൂടി ദുനിയാവിന് വേണ്ടി ഓടി നടന്ന നമ്മൾ ഒരു ദിവസം വീട്ടിൽ നിശ്ചലമായി കിടക്കും. ആ മരണത്തിന്റെ മുൻപ് നമ്മൾ ഓർക്കും ഒന്നും വേണ്ടായിരുന്നു എന്ന്. അതിനിടവരുത്തരുത്. ഒരൊറ്റ ഹദീസിന്റെ ആശയം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആർക്കെങ്കിലും അള്ളാഹുവിനെ കാണാൻ കൊതിയുണ്ട് എങ്കിൽ അവരെ കാണാൻ അള്ളാഹു കൊതിച്ച് കാത്തിരിക്കും. അവരെ കാണാൻ അള്ളാഹു കൊതിച്ച് കാത്തിരിക്കും. ആരെങ്കിലും അള്ളാഹുവിനെ കാണാൻ വെറുക്കുന്നുവെങ്കിൽ അവരെ കാണാൻ അള്ളാഹുവിനും വെറുപ്പാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, അള്ളാഹിന്റെ ദൂതരെ, ആർക്കെങ്കിലും മരിക്കാൻ കൊതിയുണ്ടാകുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുന്നു, ആയിഷ,
ഇത് മരിക്കാൻ കൊതിക്കുന്നതിനെ സംബന്ധിച്ചല്ല. മരണശയ്യയിൽ കിടക്കുമ്പോ മരിക്കുകയാണ് എന്ന് ഉറപ്പാകുന്ന നിമിഷം മരണവെപ്രാളം യാഥാർത്ഥ്യ ബോധ്യവുമായിട്ട് കൺമുൻപിലേക്ക് വന്നിട്ട് ഇത് ദുനിയാവിലെ വേർപാടാണെന്ന് ബോധ്യപ്പെടുന്ന ആ നിമിഷം, ഇനി എനിക്ക് ദുനിയാവിലെ ജീവിതമില്ലെന്ന് തിരിച്ചറിയുന്ന നിമിഷം, അവിടെ വേജാറുകളില്ലാത്ത, സങ്കടങ്ങളില്ലാത്ത, അള്ളാഹുവിനെ കാണാൻ കൊതി തോന്നുന്ന ഒരു മനുഷ്യരുണ്ടായിഷ. അതിനെന്തായിരിക്കണം എന്നറിയാം? നമ്മുടെ മനസ്സ് എല്ലാ വെറുപ്പും വിദ്വേഷങ്ങളും മായ്ച്ചു കളഞ്ഞ് പടച്ചവന്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നതിനെ കൊതിക്കുന്ന, അവന്റെ സ്വർഗത്തില് അവന്റെ ഇഷ്ടദാസിയായി പ്രവേശനം ലഭിക്കപ്പെടുന്ന, അള്ളാഹിന്റെ റസൂലിന്റെ അയൽക്കാരിയാകാൻ കൊതിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകണം. ആ മനസ്സ് പാകപ്പെടണമെങ്കിൽ, അല്ലെ, നിസ്കരിക്കുമ്പോ പോലും ആ മനസ്സ് കിട്ടുന്നില്ലല്ലോ നമുക്ക്. ചിന്തകൾ വഴിമാറിപ്പോവല്ലേ? എന്തേ സ്വർഗത്തെ നമുക്ക്, റബ്ബിന്റെ തൃപ്തിയെ നമുക്ക് മോഹിക്കാനാവാത്തത്? ഉള്ളകങ്ങളിൽ വെറുപ്പും വിദ്വേഷവും അസൂയയും അഹങ്കാരയും കുമിഞ്ഞുകൂടിയത് കൊണ്ടാ. അതെല്ലാം ഒഴിവാക്കിയെങ്കിലേ ആ നിമിഷം മരണത്തോടെ മല്ലിട്ട് കിടക്കുന്ന പൊന്നുമക്കള് കൂടെ ഇരുന്നു കൊണ്ട് ഇതാ ഉമ്മാന്റെ അവസാനത്തെ നിമിഷമാണെന്ന് പറയുന്ന ആ സമയം വേദനകളില്ല. മക്കളെ വേർപിരിയുകയാ, ഇണയെ വേർപിരിയുകയാ, എല്ലാം ഉപേക്ഷിക്കുകയാ. ഇനിയൊരു തിരിച്ചു വരവില്ലെന്നറിയുമ്പോഴും അതാ എന്റെ റബ്ബിനെ എനിക്ക് കാണാം എന്ന കൊതിയോടെ നമുക്ക് വിട പറഞ്ഞു പോകാൻ സാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നാൽ എല്ലാം കേട്ടിട്ടും നമുക്കങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലേക്ക് കടന്നു വരുന്നില്ല എങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ മരണശയ്യയിലുണ്ടല്ലോ, ചുറ്റിലുമുള്ളവരൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഓർമ്മിപ്പിച്ചാൽ പോലും അതേറ്റു പറയാൻ നമുക്ക് സാധിക്കില്ല. ഭയാനകമാണ്. തുടർന്നങ്ങോട്ട് എന്ത് സംഭവിക്കും എന്ന് പേടിക്കുകയാണ് നമ്മൾ. മരിക്കാൻ വെറുക്കുകയാണ് നമ്മൾ. നമുക്ക് പോകാൻ പേടിയാണ്, വെറുപ്പാണ്. അങ്ങനെയുള്ളവരെ കാത്ത് റബ്ബും വെറുപ്പോടെ കാത്തിരിക്കുമെന്നാണ് പറഞ്ഞതിൻ്റെ ആകത്തുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ സാമൂഹിക സാഹചര്യം വളരെ മോശമാണ്. നമ്മുടെ മക്കളൊക്കെ അവിടെ ജീവിക്കുകയാണ്. അവരെ ഇസ്ലാമിൻ്റെ പാതയിലൂടെ കൈപ്പിടിച്ച് നടത്തണം. അതിന് നമുക്ക് നല്ല ഒരു ഉമ്മയാകണം, നല്ല ഒരു ഭാര്യയാകണം. അത് മാത്രം മതി നമുക്ക് സ്വർഗപ്രവേശനത്തിന്. 5 വക്ത് നിസ്കരിച്ച് റമദാനിലെ നോമ്പെടുത്ത് നല്ല മനസ്സിൻ്റെ ഉടമയായിട്ട് നല്ല ഒരു ഭാര്യയും നല്ല ഒരു ഉമ്മയുമായി തീർന്നാൽ അള്ളാഹു സ്വർഗീയ കവാടങ്ങൾ മുഴുവനും തുറന്നു തരുന്ന പദവിയിലേക്ക്, ആദരവിലേക്ക് നമ്മളെ നയിച്ചു കൊണ്ടുപോകും. പ്രിയപ്പെട്ടവരെ, എത്ര സുഖകരമായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതുപോലെ കേട്ടതുപോലെ ജീവിച്ചു മരിച്ചു പോകുവാൻ നമുക്കെല്ലാവർക്കും ഉന്നതമായ സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും മനസ്സുകൾക്ക് അള്ളാഹു ഈമാനിൻ്റെ കാവലേകുമാറാകട്ടെ. നമ്മുടെ വാക്കുകൾ പിഴച്ചു പോകുമ്പോൾ, നമ്മുടെ ചിന്തകൾ അതിര് കടന്നു പോകുമ്പോൾ, അപ്പോഴെല്ലാം അള്ളാഹുവിനെ ഓർത്ത് അതിൽ നിന്നും പിന്മാറി നല്ല ചിന്തകളും നല്ല വർത്തമാനങ്ങളും നല്ല സ്നേഹപ്രകടനങ്ങളുമായിട്ട് വീട്ടിൽ നല്ലൊരു ഭാര്യയും ഉമ്മയുമായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ പൊന്നുമക്കളാണ് റബ്ബേ. അവരെ ഒരു നിമിഷം പോലും അവർ വേദനിക്കുന്നത് കാണാൻ കരുത്തില്ലാത്ത ഉമ്മമാരുടെ മനസ്സുകളാണ്. അള്ളാഹുവേ, ഞങ്ങൾ നിന്നോട് പ്രത്യേകം ചോദിക്കുന്നു റബ്ബേ, ഞങ്ങളുടെ മക്കളെ നീ സൽപാന്താവിൽ കാലുറപ്പിച്ച് നിർത്തേണമേ റബ്ബേ. എല്ലാ തിന്മകളെ തൊട്ടും അവരെ നീ വിദൂരമാക്കണമേ റബ്ബേ. ഇഹലോകത്തും പരലോകത്തും അവരെ പ്രതി സന്തോഷവും അഭിമാനവും അനുഭവിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമേ റബ്ബേ. നാളെ ഞങ്ങൾ നിശ്ചലമായി പോകുന്ന ആ ദിവസം ഞങ്ങൾക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുന്ന മക്കളെ നീ ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. ബർസഖീ ലോകത്തെ ഏകാന്തതയിലും മക്കളുടെ പ്രാർത്ഥനകളുടെ തണുപ്പ് കിട്ടുന്നവരായിട്ട് നീ ഞങ്ങളെ ഉയർത്തേണമേ തമ്പുരാനെ. അള്ളാഹുവേ, നിന്റെ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, സ്ത്രീ സമൂഹമേ, നിങ്ങളുടെ സ്വർഗ നരകങ്ങളെ കണക്കാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഘടകമാണ് നിങ്ങളുടെ ഇണയുമൊത്തുള്ള ജീവിതം എന്നുള്ളത്. അള്ളാഹുവേ, എവിടെയൊക്കെയോ ഞങ്ങൾക്ക് പിഴച്ചു പോയിട്ടുണ്ട്, നീ വിട്ടുപുറത്ത് മാപ്പാക്കണമേ റബ്ബേ. ഞങ്ങൾക്കും ഞങ്ങളുടെ ഇണകൾക്കും ഇടയിൽ നീ സമൃദ്ധമായ നന്മയുടെ സ്നേഹമുണ്ടാക്കി തരണമേ റബ്ബേ. സമൃദ്ധമായ നന്മയുടെ സ്നേഹമുണ്ടാക്കി തരണമേ റബ്ബേ. നാളെ സ്വർഗത്തോളം കൈകോർത്ത് പിടിച്ച് നടക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമേ റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ ഒരുപാട് സ്നേഹിച്ചവരാണ്. തിരിച്ചവർക്ക് എന്ത് നൽകിയെന്ന് ഒരു തിട്ടവുമില്ല റബ്ബേ. ആ ഉമ്മ ബാപ്പമാർക്ക് നിന്റെ പ്രത്യേക കാരുണ്യം നൽകണമേ റബ്ബേ. അവരുടെ പ്രാർത്ഥനയാണ് ഇന്ന് ഈ തൗഹീദിൻ്റെ പടയണയിൽ
അണിചേരാൻ ഞങ്ങൾക്ക് ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ടാകുക. അള്ളാഹുവേ, ആ ഉമ്മ ബാപ്പമാർക്ക് നീ പുറത്തു കൊടുക്കുകയും നിൻ്റെ അതിവിശാലമായ കാരുണ്യത്തിലേക്ക് അവരെ ചേർത്ത് നിർത്തുകയും ചെയ്യണമേ റബ്ബേ. ജീവിച്ചിരിക്കുന്നവർക്ക് ഖിദ്മത്ത് ചെയ്യാനും മരിച്ചുപോയവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും വേണ്ടി ഉന്നതമായ പ്രാർത്ഥനകൾ കരുതി വെക്കാനും കഴിയുന്ന സൽമക്കളായിട്ട് നീ ഞങ്ങളെ ഉയർത്തേണമേ റബ്ബേ. സങ്കടങ്ങളെല്ലാം നീ മായ്ച്ചു കളയണമേ റബ്ബേ. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വേദനകളെ നീ മായ്ച്ചു കളയണമേ റബ്ബേ. പരീക്ഷണങ്ങളെ തൊട്ട് നീ ഞങ്ങളെ അതിവിദൂരമാക്കണേ നാഥ, അതിവിദൂരമാക്കണേ റബ്ബേ. നീ നിർബന്ധമാക്കിയ വല്ല പരീക്ഷണങ്ങളും ഉണ്ട് എങ്കിൽ അത് സഹിക്കുവാനുള്ള ഉൾക്കരുത്ത് നൽകണമേ തമ്പുരാനെ. നരകശിക്ഷയെ തൊട്ടും ഖബർ ശിക്ഷയെ തൊട്ടും നീ ഞങ്ങളെ വിദൂരമാക്കണേ നാഥ. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ വ അജ്ർ വാലിദൈനാ മിനന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.